പോലീസ് അടിച്ചതാണ്. എന്താ ഈ പോലീസ് ജയിച്ചതിന്റെ വിഷമം കാരണം SFI ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങളുടെ KSUവിന്റെ സ്ഥാനാർത്ഥികളോട് പറയുന്നുണ്ട്, നിങ്ങളെ ഇന്ന് രാത്രിക്കുള്ളിൽ എടുത്തിരിക്കും. SFIയുടെ പല പ്രവർത്തകരും എന്ന് പറഞ്ഞിട്ട് പോയതാണ്. സെനറ്റ് കാൻഡിഡേറ്റുകളോട്, ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കാൻഡിഡേറ്റുകളോട് അവിടെ എന്തായാലും ഇന്ന് അവരെ കൈകാര്യം ചെയ്തിരിക്കുമെന്ന് SFI പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ച SFIന്റെ ശ്രീജിത്ത് അടക്കമുള്ള ആദർശ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ നിന്ന് KSU പ്രവർത്തകർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്തുനിന്ന് ലഹരി വിതരണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ KSU പ്രവർത്തകരെ തല്ലിച്ചടിക്കാൻ വേണ്ടി നേതാക്കന്മാരൊന്നും നോക്കാതെ നമ്മുടെ KSUക്കാരെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് പോലീസ് ഇവിടെ കാഴ്ചവെക്കുന്നത്. പോലീസും SFIയും സഖ്യം ചേർന്നുകൊണ്ടാണ് KSUവിനെതിരെ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ട് വരുന്നത്. ഞങ്ങളെ ഓരോരുത്തരെയും പോലീസുകാർ തള്ളിച്ചതയ്ക്കുകയാണ്. SFIക്ക് നേരെ ഒരു വിരൽത്തും മാധ്യമങ്ങൾ ഉൾപ്പെടെ പോലീസുകാർ ഉൾപ്പെടെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു യാതൊരു തരത്തിലുള്ള കാര്യങ്ങളില്ലാതെ യാതൊരു പ്രകോപനങ്ങളും ഇല്ലാതെ തന്നെ SFI കനത്ത തിരിച്ചടി നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കറിയാം. 11 വർഷങ്ങൾക്ക് ശേഷം കേരള സർവകലാശാലയിൽ KSUവിൻ്റെ വൈസ് ചെയർപേഴ്സൺ എത്തിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും അക്കൗണ്ട്സ് കമ്മിറ്റിയിലേക്കും KSUവിൻ്റെ പ്രതിനിധികൾ ഇടവേളകൾക്ക് ശേഷം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണുക. അതുപോലെ തന്നെ ഇപ്പോൾ സെനറ്റിൻ്റെയും സിവിൽ കൗൺസിലിൻ്റെയും വോട്ടുകൾ കൊണ്ടിരിക്കുക. അതിലും KSUവിന് അതിഗംഭീരമായിട്ടുള്ള വിജയമുണ്ടാകുമെന്നുള്ള ഭയത്താൽ കഴിഞ്ഞ തവണയും കനത്ത തിരിച്ചടി നേരിട്ട SFI അതേ തിരിച്ചടി ഇത്തവണയും ആവർത്തിക്കുമെന്നുള്ള ഭയത്താൽ കർശനമായിട്ടുള്ള നിങ്ങൾക്കറിയാം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ കർശനമായിട്ടുള്ള നിരീക്ഷണത്തിൽ നടന്ന കനത്ത പോലീസ് സുരക്ഷ എത്ര ആയിരക്കണക്കിന് പോലീസുകാർ ഈ സർവകലാശാല ക്യാമ്പസിനകത്ത് പമ്പടിച്ചിട്ടുണ്ട്. അവിടെ ഉൾപ്പെടെ നിൽക്കുമ്പോഴാണ് SFI നേതൃത്വത്തിലുള്ള ആക്രമണമുണ്ടായത്. ഇപ്പോഴും യാതൊരു തരത്തിലും ഇടവേളകളില്ലാതെ കല്ലുകൾ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരിക. പോലീസ് ഇപ്പോഴും KSU പ്രവർത്തകരുടെ തലതല്ലി പൊട്ടിക്കാനും KSU പ്രവർത്തകരെ ലാത്തിയടിക്കാനും മാത്രമാണ് പോലീസ് തയ്യാറായിട്ടുള്ളത്. SFIക്കാർക്കെതിരായിട്ട് യാതൊരു തരത്തിലുള്ള ആക്ഷനും ഇതുവരെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഇവിടെ കണ്ണോടിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, ഇപ്പോൾ ഇവർ കണ്ണടത്തിയ കല്ലേറിലുണ്ടായ പരിക്കാണ്. ഞങ്ങളാരും പിന്മാറാൻ തയ്യാറല്ല. കേരളത്തിലെ ക്യാമ്പസുകളോ കേരളത്തിലെ സർവകലാശാലകളോ SFIക്ക് തേരണ്ടിയൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങളെയൊക്കെ ഇവിടെ തെരുവിൽ തല്ലി കൊല്ലാനാണ് SFIയും ഇവിടുത്തെ സർക്കാരും തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ രക്തസാക്ഷിയാകാൻ കേരളത്തിലെ KSU തയ്യാറാണ്. കേരളത്തിലെ കലാലയങ്ങളെ ഈ ഗുണ്ടകളിൽ നിന്നും മോചിപ്പിക്കണം. ഈ ഗുണ്ടകളിൽ നിന്നൊരു മോചനം കേരളത്തിലെ കലാലയങ്ങൾക്കും കേരളത്തിലെ സർവകലാശാലകൾക്കും ഉണ്ടാകണമെന്ന് വിദ്യാർത്ഥികൾ വിധി എഴുതുമ്പോൾ അതിനെ ഇല്ലാതാക്കാൻ, അതിനെ മറികടക്കാൻ SFI നടത്തുന്ന രാഷ്ട്രീയത്തെ കേരളീയ പൊതുസമൂഹം തള്ളിക്കളയുന്ന കാര്യത്തിൽ ഒരു സംശയവും